63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇത്തവണ സ്വാഗതഗാനം ഒരുക്കിയിരിക്കുന്നത് ശ്രീനിവാസൻ തൂണേരിയാണ്. കേരളത്തിന്റെ ഭൂതകാലവും പുരോഗമന യാത്രയും സമര പോരാട്ടങ്ങളിലെ നാൾവഴികളും ഉൾപ്പെടുന്നതാണ് സ്വാഗതഗാനത്തിന്റെ പ്രമേയം. കലോത്സവ നഗരിയിൽ നിന്ന് മഞ്ജു ജയപ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമുക്കറിയാം, മേളമായാലും പൂരമായാലും എല്ലാം തുടക്കം ഗംഭീരമായാൽ ഒടുക്കം വരെ ഗംഭീരമാകുമെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വാഗതഗാനത്തെക്കുറിച്ചാണ്. ഇത്തവണ സ്വാഗതഗാനം ഒരുക്കിയിരിക്കുന്നത് ശ്രീനിവാസൻ തൂണേരിയാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ് ന്യൂസ് മലയാളത്തോടൊപ്പം. സർ, എന്താണ് ഇത്തവണത്തെ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വാഗതഗാനത്തിൻ്റെ പ്രമേയം എന്താണ്? പ്രമേയം വളരെ സാമാന്യമായി പറഞ്ഞാൽ നമ്മളുടെ കേരളത്തിൻ്റെ ഭൂതകാലവും കേരളം പല ഘട്ടങ്ങളിലൂടെ കടന്നാണ് ഇന്ന് നമ്മൾ പറയുന്ന ഒരു പുരോഗമനം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നാൾവഴികളിൽ എന്തൊക്കെയാണ് സമര പോരാട്ടങ്ങൾ, അതുപോലെയുള്ള ചരിത്ര സംഭവങ്ങളൊക്കെയാണ് വളരെ സംക്ഷിപ്തമായിട്ട് അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസരം തേടി എത്തിയത്? അത് ഈ കാവാല ശ്രീകുമാർ സാർ വഴിയാണ് ആ അവസരം വന്നത്. ഈ കലോത്സവത്തിൻ്റെ സ്വാഗതഗാനം പ്രത്യേകിച്ചും സാറ് തന്നെ നേരത്തെ ഇവിടുന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ വരികൾ കിട്ടിയതിന് ശേഷം ആ വരികൾക്ക് ട്യൂൺ ചെയ്യുന്ന ഒരു സംവിധാനത്തിലാണ്, ആ ഒരു രീതിയിലാണ് സാർ ഇതുവരെ ചെയ്തിരുന്നത്. പക്ഷേ ഇത്തവണ കലോത്സവ സ്വാഗതഗാനമായതുകൊണ്ട് തന്നെ അതിൻ്റെ കൊറിയോഗ്രാഫി, ഡാൻസും ഒക്കെ വരുന്നത് കൊണ്ട് കുറച്ചുകൂടി ചടുലമായ, ആദ്യം സംഗീതം ചെയ്തതിന് ശേഷം വരികൾ എഴുതി ചേർത്താൽ മാത്രമേ അത് നന്നാവൂ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാഷ ആദ്യം ട്യൂൺ ചെയ്യുകയും എന്നിട്ട് ആ ട്യൂണിനനുസരിച്ച് ആ ട്യൂണിന് പാകമാവുന്ന വരികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സമീപിച്ചത്. ഞാൻ വ്യക്തിപരമായിട്ട് അറിഞ്ഞത് സാർ 1-2 പേരെ സമീപിച്ചു. അപ്പോൾ അതിന് കുറച്ച് സമയദൈർഘ്യം വേണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ഒരു കവിത മുമ്പ് കാവാലൻ സാർ ചൊല്ലിയിട്ടുണ്ട്. അതാണ് കാവാലൻ സാറുമായിട്ടുള്ള ആകെയുള്ളൊരു പരിചയം. അപ്പോൾ ആ ചൊല്ലിയതിൻ്റെ പുറത്താണ് എന്നാൽ കൊണ്ട് ഈ ഒരു കാര്യത്തിന് കഴിയുമെന്ന് സാറിന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഒരു ദിവസം രാവിലെയാണ് ട്യൂണ് തരുന്നത്. അന്ന് രാത്രി ഏകദേശം ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് അതിൻ്റെ കംപ്ലീറ്റ് പണികൾ തീർത്ത് കൊടുത്തു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇൻ്റർസോൺ കലോത്സവങ്ങളിൽ പ്രീ ഡിഗ്രി 2ാം വർഷം മുതൽ പ്രീ-ഡിഗ്രി 2ാം വർഷം ഇൻ്റർസോൺ കവിത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 1ാം സ്ഥാനം, ഡിഗ്രി ഫസ്റ്റ് ഇയർ 1ാം സ്ഥാനം, ഡിഗ്രി സെക്കൻഡ് ഇയറിന് അത് 2ാം സ്ഥാനമായി, ഫൈനൽ ഇയറിന് വീണ്ടും 1ാം സ്ഥാനം തിരിച്ചു പിടിച്ചു. പിന്നെ PGക്ക് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് സെമ്മിൻ്റെ ആ സമയത്ത് 1ാം സ്ഥാനം. അങ്ങനെ ആ കലാലയ സമയത്തായിരുന്നു ശരിക്കും കവിതയുടെ ഒരു പുഷ്കല കാലം എന്ന് പറയുന്നത്. പക്ഷെ അതിനുശേഷം നമ്മളുടെ ജീവിത പ്രശ്നങ്ങളും പ്രാരബ്ധങ്ങളും ഒക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു 2000 കവിതയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. പിന്നെ നമ്മളുടെ പാരമ്പര്യ തൊഴിലായ പൂജാവൃത്തിയിലേക്കും അങ്ങനെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കുടുംബ ഭദ്രതയാണല്ലോ പ്രധാനം. തീ കെട്ടടങ്ങി അടുപ്പിലൂറിക്കൂടിക്കിടക്കും മെഴുക്കുചേറിൽ തേപ്പിൻ തുണിക്കീറ് കൊണ്ടുവേഗം തൂത്തു തുടച്ച് വെണ്ണീറ് കോരൂ. പാത്രങ്ങൾ കെട്ടിപ്പിടിച്ച് തങ്ങൾ കാഴത്തിലേറ്റ തവിത്തൊഴിപ്പിൻ നീലിച്ച പാടിൽ ജലം പുരട്ടി ധ്യാനത്തിലാണ്ടു കിടപ്പു സിങ്കിൽ.